എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗോണ്ടാർട്ട് എന്നൊരു ചിത്രകലാ രീതി ഉപയോഗിച്ച് വരച്ച ഒരു ചിത്രമാണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞോട്ടെ. ഈ ഗോണ്ടാർട്ട് എന്ന് പറയുന്നത് ഒരു ഫോക്ക് ആർട്ട് അഥവാ ഒരു ട്രൈബൽ ആർട്ട് ഫോമാണ്. ഗോണ്ട് എന്നൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റികളിൽ ഒന്നാണ്. അവർ അവരുടെ കൾച്ചറും കഥകളും ഒക്കെ കൂടുതലായിക്കൊണ്ട് ചെയ്യുന്ന ഒരു പെയിൻറ്റിംഗ് മെത്തേഡാണ് ഗോണ്ടാർട്ട്. ഈ ഗോണ്ട് കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മധ്യപ്രദേശിലാണ്. പിന്നെ ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ മുതലായ സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇവർ വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങൾക്കും ഒരു കഥയുണ്ടാവും. മനുഷ്യൻ പ്രകൃതിയോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നു എന്ന രീതിയിലാണ് അവരുടെ പെയിൻറ്റിങ്. അവരുടെ എല്ലാ ചിത്രങ്ങളിലും ഒരു വൃക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. മിക്കവാറും വരയ്ക്കുന്ന ജീവജാലങ്ങളുടെ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ വൃക്ഷങ്ങൾ കാണപ്പെടുന്നത്. പണ്ടുകാലത്ത് ചുമരുകളിലും മറ്റും നാച്ചുറൽ കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഇവയൊക്കെ വരയ്ക്കപ്പെട്ടിരുന്നത്. ഇനി നമുക്കിതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു കാർഡ്ബോർഡ് പീസിനകത്ത് ഈ തയ്യൽക്കടകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോളർ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതിൽ ഞാൻ 2 കോട്ട് വൈറ്റ് അക്രിലിക് കളറും കൂടെ അപ്ലൈ ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ ചെയ്യേണ്ട ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ ഒരു പേപ്പറിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു കാർബൺ പേപ്പർ ഉപയോഗിച്ച് ഇനി നമുക്ക് ക്യാൻവാസിലേക്ക് പകർത്തിയെടുക്കണം. ഈ ഡയറക്റ്റ് അങ്ങ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മളത് വായിച്ച് വരച്ച് കുളമാക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ പേപ്പറിലേക്ക് അങ്ങ് വരച്ചത്. ഇനിയിപ്പോൾ വരയ്ക്കാൻ അറിയാത്തവർക്ക് ഇത് ഗൂഗിളിൽ നിന്നും ഇതേ കണക്കുള്ള ഇമേജുകളൊക്കെ കിട്ടും. അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ട്രേസ് ചെയ്ത് അങ്ങ് എടുത്താൽ മതിയാവും. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ളൊരു പിക്ചറാണ് എടുത്തിരിക്കുന്നത്. ഞാനിതിവിടെ പകർത്തി എടുത്തിട്ടുണ്ട്. ആദ്യം വരച്ച ചിത്രത്തിലില്ലാത്ത കുറച്ച് വരകൾ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ചിത്രത്തിൽ മയിലിൻ്റെ ടെയിലായിട്ട് പോയിരിക്കുന്നത് ഒരു വൃക്ഷം തന്നെയാണ്. ഇതുപോലെ ഏതൊരു ചിത്രം എടുത്താലും അതിൽ വരയ്ക്കുന്ന ജീവല ശരീരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ കാണാം. ഈ ഗോണ്ടാർട്ടിൻ്റെ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഇനി കളറുകൾ കൊടുത്തു തുടങ്ങാം. വരയ്ക്കുന്ന ഏതൊരു ജീവജാലങ്ങൾക്കായാലും പല കളറുകൾ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു രീതി. ബ്രൈറ്റ് ആയിട്ടുള്ള കളറുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ ഈ നാച്ചുറൽ കളറുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഇതെല്ലാം വരച്ചിരുന്നത്. ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ പാർട്സിൽ വേറെ കളറായിരിക്കും കൊടുക്കുന്നത്. ഈ ചിറകിനൊരു ഡീപ്പ് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ഈ ഭാഗത്ത് കുറച്ചുകൂടി ലൈറ്റ് കളർ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വേറൊരു കളർ കൊടുക്കാം. വൃക്ഷത്തിനൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഇവിടെ ഓരോ ഭാഗത്തും ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വിട്ടാണ് കളർ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് കളർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ഭാഗത്തും വ്യത്യസ്ത കളറുകൾ കൊടുത്ത് മനോഹരമാക്കണം. ഈ വൃക്ഷങ്ങളിലെ ഇലകളും പൂക്കളും ഒക്കെ വരുന്ന രീതിയിൽ ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കളർ കൊടുത്തെടുക്കാം. കുറേ ഭാഗത്ത് ഞാൻ റെഡ് കളറാണ് കൊടുക്കുന്നത്. ഇവിടെയെല്ലാം യെല്ലോ കളർ കൊടുക്കുക. അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്.
ഗോണ്ടാർട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലായിടത്തും ഡിഫറൻറ്റ് കളറുകൾ കൊടുത്തതിന് ശേഷം പലതരം പാറ്റേണുകൾ ഉപയോഗിച്ച് അവിടെയെല്ലാം ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഈ ബോഡിയിലെല്ലാം ഞാൻ ഇങ്ങനെ ഒരു പാറ്റേണാണ് കൊടുക്കുന്നത്. ചിറയിലും ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട്, ഹെഡിൽ ഡോട്ടുകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വൃക്ഷങ്ങളിലും ചെറിയ ഡോട്ടുകളാണ് കൊടുക്കുന്നത്. ഈ ചിത്രം വളരെ ചെറുതായതിനാൽ നമുക്ക് അധികം പാറ്റേണുകളൊന്നും ഇതിനകത്ത് വരയ്ക്കാൻ സാധിക്കത്തില്ല. വലിയ ചിത്രങ്ങളാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാറ്റേണുകൾക്ക് വരയ്ക്കാവുന്നതേ ഉള്ളൂ. ഇവിടെയും ചെറിയ ലൈൻസുകൾ പോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. പ്ലെയിൻ കളറുകളുള്ള സ്ഥലങ്ങളിലെല്ലാം ഏതെങ്കിലും തരത്തിലുള്ള പാറ്റേണുകൾ വരയ്ക്കുക. ഡോട്ടുകളോ ചെറിയ ലൈനുകളോ എന്തായാലും മതിയാവും. എല്ലായിടത്തും പാറ്റേണുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്ലൈൻ വരച്ചെടുക്കാം. ബ്ലാക്ക്, ഡാർക്ക് ബ്രൗൺ മുതലായ കളറുകളൊക്കെയാണ് ഈ ഔട്ട്ലൈനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ബ്ലാക്ക് കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ എല്ലായിടത്തും ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതിനൊരു ബാക്ക്ഗ്രൗണ്ട് കളറും ഒരു ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത് ആർട്ടിനകത്ത് പറയുന്നതല്ല, നമ്മളല്ലാതെ ചെയ്തതന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിതിനു മുമ്പ് ഒരു മെക്സിക്കൻ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞിരുന്നു ഈ ഫെവിക്രിൽ നടത്തുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് പങ്കെടുക്കുന്നതിനെ കുറിച്ച്. അന്ന് വളരെ കുറച്ച് റെസ്പോൺസ് മാത്രമാണ് കിട്ടിയത്. ഇതും ആ ഒരു ഓൺലൈൻ വർക്ക്ഷോപ്പിൽ നിന്നും പഠിച്ചെടുത്ത ഒരു ആർട്ടാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അല്ലെങ്കിൽ എൻ്റെ FBയിലോ ഇൻസ്റ്റയിലോ ഒക്കെ ഒന്ന് മെസ്സേജ് ചെയ്തിരുന്നാലും മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കുക, മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുത്തേക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.